ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എ കെ ശശീന്ദ്രൻ, ഈ പുതുതായിട്ട് മുഴുവൻ പേരും എത്തുകയില്ല എന്ന കാര്യം പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഏതാണ്ട് പകുതിയോളം ആളുകൾ വരാനിടയില്ല എന്ന വാർത്തകൾ, സൂചനകൾ നമ്മുടെ മുന്നിലുണ്ട്. KSRTCയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നത് നീണ്ടുപോകുമോ? KSRTC മാനേജ്മെന്റ് കോടതി ഉത്തരവനുസരിച്ച് PSC അഡ്വൈസ് ചെയ്ത 4059 പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരോട് ഇന്ന് 4 വ്യത്യസ്ത സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തുടങ്ങിയ സാധാരണഗതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ എത്ര പേര് ഹാജരായി എത്ര പേര് ഹാജരായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റേതൊക്കെ നമ്മുടെ അനുമാനങ്ങളാണ്. ഇനി അനുമാനങ്ങൾക്ക് പ്രസക്തിയില്ല. ഇപ്പൊ നടപടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അനുമാനങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ജോലി എത്ര പേരാണോ വരുന്നത് അത്രയും പേർക്ക് ജോലി അനുമതി നൽകേണ്ട ചുമതല KSRTCക്ക് ഉണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ ആ നടപടികൾ പാലിച്ചുകൊണ്ട് നിയമാനുസൃതമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് KSRTC പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ എ കെ ശശീന്ദ്രൻ, ഇന്നത്തെ ഒരു അവസ്ഥ, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര സർവീസുകൾ റദ്ദായി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ? സാധാരണഗതി നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ PSC മുഖാന്തരം നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിക്ക് പ്രവേശിച്ച് തുടങ്ങുന്ന മുറക്ക് മാത്രമേ സർവീസ് ക്യാൻസലേഷനിൽ ശ്രദ്ധേയമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇത് എപ്പോഴത്തേക്ക് പരിഹരിക്കാനാകും എന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ വകുപ്പിൽ സ്വാഭാവികമായ നടപടികളുണ്ടല്ലോ. ഇപ്പൊ ഇവർക്ക് നമ്മൾ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡിപ്പോയിൽ പോകണം. ഡിപ്പോയിൽ പോയി ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തെ പരിശീലനം മതി എന്നാണ്. ആ 2 ദിവസത്തെ പരിശീലനം കൊടുക്കണം. അങ്ങനെ വന്നാലേ അവരെ സ്വതന്ത്രമായി ഡ്യൂട്ടിക്ക് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ ആഴ്ച ഏറിയും കുറഞ്ഞും സർവീസ് ക്യാൻസലേഷൻ തുടരാനാണ് സാധ്യത. ഒപ്പം ശ്രീ എ കെ ശശീന്ദ്രൻ, ഇവിടെ ഈ എംപാനലുകാരുടെ സമരം ലോങ് മാർച്ച് തുടരുകയാണ്. അവർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തും ഈ സമരത്തിന് ശേഷം. അവരുടെ തിരിച്ചുവരവ് സംബന്ധിച്ച് എന്തെങ്കിലും നിലപാടിലേക്ക് എത്താൻ സർക്കാരിന് സാധിക്കും? അവരെ കോടതി ഉത്തരവനുസരിച്ച് തിരിച്ചുവിട്ടതാണ്. അവരോട് ഗവൺമെന്റിന് അത് തന്നെ അനുഭാവമുണ്ടെങ്കിലും ആ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ആ തിരിച്ചുവിടലിന് വിധേയരായ ഒരു ജീവനക്കാരന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റിന് അധികാരമുള്ളൂ. അതാ പ്രശ്നം. കോടതി പിരിച്ചുവിട്ട ഒരാളെ ഗവൺമെന്റിന് സ്വമേധയ മറ്റു തരത്തിൽ അവര് പരിഗണിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അവരുടെ കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ സർക്കാരിന് സാധിക്കുകയില്ല. അത് അതുകൊണ്ടാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്ന ഒരു നിയമ നടപടിയാണ്. KSRTC ആഗ്രഹിച്ച് ചെയ്തതല്ല, ഗവൺമെന്റ് ആഗ്രഹിച്ച് ചെയ്തതല്ല. ആ നിയമ നടപടികളെ നിയമപരമായ മാർഗത്തിലൂടെ കൈകാര്യം ചെയ്യാനാണ് സമരം ചെയ്യുന്നതോടൊപ്പം അവർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ കാര്യത്തിൽ കോടതിക്കൊരു പുനരാലോചന ഉണ്ടാകണം. ശരി, കോടതി പുനരാലോചിക്കാതെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് കോടതി വിധി ഉണ്ടാക്കിയ അനിശ്ചിതാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് സ്വാഭാവികമായിട്ടും അവരോട് സമരം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാവുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടുമില്ല. വളരെ നന്ദി ശ്രീ എ കെ ശശീന്ദ്രൻ. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു. കോടതിയുടെ ഉത്തരവാണ്, അത് തുടർന്നുണ്ടായ സാഹചര്യമാണ്. അവർക്ക് ഉറപ്പ് കൊടുക്കുക സാധ്യമല്ല. പക്ഷേ അവരുടെ സമരം അവിടെ തുടരുകയുമാണ്. വളരെ നന്ദി ശ്രീ ശശീന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചത്.